അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ്. അവനവൻ്റെ മതത്തെക്കുറിച്ച് വല്ലാത്ത അഭിമാനവുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടു. ആ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് നേരെ തിരിച്ചാ സംഭവിച്ചത്. വല്ലാത്തൊരു അസ്വസ്ഥതയാണ് തോന്നിയത്. ഇത്രമാത്രം സങ്കീർണമാണോ ഇസ്ലാം? ഇസ്ലാമിന് മനുഷ്യരുടെ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്നൊക്കെ വല്ലാത്തൊരു സന്ദേഹം തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. ഒരു പക്ഷെ നിങ്ങൾ എത്ര പേര് ആ ഒരു വയലിന് മുൻപ് കേട്ട ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലേക്കൊന്നും മലബാറിലേക്കൊന്നും അത്ര പരിചിതനല്ലാത്തൊരു ഉസ്താദാണ് ഭാവമൗലവി എന്ന് പേരുള്ള അങ്കമാലിയിലെ ഒരു നല്ലൊരു ഉസ്താദ്. പക്ഷെ ആ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ചിന്ത, ഇസ്ലാം എന്നുള്ളത് ഇത്രമാത്രം സങ്കീർണമായിട്ട് കുടുസായിട്ട് ചിന്തിക്കുന്ന ഒരു മതാണോ എന്ന് അറിയാതെ ഉള്ളിൽ തോന്നിപ്പോകും. ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ജമ്മിന്റെ നേരത്തോട് പോലും കസ്തവരെ നമ്മൾ നിസ്കാരം ജമ്മാക്കാൻ വേണ്ടിയുള്ള ഒരു സമയമുണ്ടല്ലോ, അതിന് പോലും നിൽക്കരുത്. വേഗത്തിൽ രാവിലെ മരിച്ചാൽ വൈകുന്നേരം അസറാകുമ്പോഴേക്ക് ഖബറടക്കണം എന്ന് വെച്ചാൽ ഒരാളിപ്പോ ഒരു ഉമ്മ മരിച്ച ആ ഉമ്മാന്റെ മോന് ഗൾഫിലുണ്ട്. ആ മോന് 2 വർഷമായിട്ട് പോയിട്ട് ആ ഒരു മോൻക്ക് ഉമ്മാനെ കാണാൻ വരാൻ പറ്റൂല. അത് സമ്മതിക്കാത്തൊരു മതമാണ് ഇസ്ലാം എങ്കിൽ ആ മകന്റെ ഉള്ളിലൊരു വേദന ഉണ്ടാവും. എൻ്റെ മതം അവസാനമായിട്ട് എൻ്റെ ഉമ്മാനൊന്ന് കാണാൻ, അവസാനമായിട്ട് ആ ഉമ്മാന്റെ കവിളത്തൊന്ന് ചുംബിക്കാൻ സമ്മതിക്കാത്തൊരു മതമാണോ? ഏതായാലും ആ ഉസ്താദിന്റെ പ്രഭാഷണം നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അങ്കമാലിയുള്ള ഭാവമൗലവി എന്ന് പേരുള്ള വലിയൊരു ഉസ്താദാണ്. ആ ഉസ്താദിന്റെ പ്രഭാഷണം ഒന്ന് കേൾക്കും. ഈ സുന്നത്ത് കൊണ്ടെന്നെ പറ. ആരാടാ ഇന്ന് രാവിലെ 10 മണിക്ക് മരിച്ച മയ്യത്തിനെ നാളെ അസറിന് അടക്കാൻ ഏത് സുന്നത്താടാ കൊണ്ടുവന്നത്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് ഏതാ ഹബീബേ? ഇന്ന് രാവിലെ ളുഹറിന്റെ ടൈമിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അയാളെ മണ്ണിന്റെ മുകളിൽ കിടക്കാവുന്നതിന്റെ മാക്സിമം സമയം അസ്തമയത്തിന് മുമ്പ് വരെയാണ്. ജമ്മിന്റെ വക്കത്തും വിട്ട് നിങ്ങൾ ജനാസ കിടത്തല്ലേ. അസറിന്റെ ശേഷം മഗ്രിബിന്റെ ടൈമിലാണ് മരിച്ചതെങ്കിൽ ആ മയ്യത്ത് ഇവിടെ കിടത്താവുന്നതിന്റെ മാക്സിമം ടൈം സുബഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെയാണ്. ബാങ്ക് വിളിച്ച സമയം തീർന്നു. എവിടെ ബഹുമാനികളെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത്? ഇന്ന് മരിച്ചാൽ മയ്യത്ത് ഇതുപോലെ പ്രദർശന വസ്തുവാക്കുന്ന ശൈലി ഫീസർ കൊണ്ടുവരികയാണ്. എവിടെന്നാണോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്? യഹൂദനും നസാറയും ശവം വെക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ മയ്യത്തുകൾ ഇന്ന് വീടുകളിൽ ഫീസറിൽ വെക്കുകയാണ്. എന്തിന്? ദുബായിൽ നിന്ന് മോൻ വരാനുണ്ട്, കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നിന്ന് മോള് വരാനുണ്ട്. ആരാണ് ഈ സുന്നത്ത് പഠിപ്പിച്ചെന്നത്? തങ്ങൾ പഠിപ്പിക്കുന്നു. മയ്യത്ത് കിടന്ന് കരയുകയാണ്. നല്ല മയ്യത്തും ചീത്ത മയ്യത്തും കരയുകയാണ്. നല്ലവൻ വിളിക്കുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം തന്നെ ഖബറിലേക്ക് വെക്കൂ മക്കളെ, വേഗം തന്നെ മണ്ണിന്റെ അടിയിലേക്ക് ആക്കൂ ജനങ്ങളെ. അൽഹംദുലില്ലാ, എനിക്ക് ഈമാനോടുള്ള മൗത്ത് കിട്ടിയല്ലോ, ഞാൻ റസൂലുള്ളാഹിനെ കാണട്ടെ, അല്ലാഹുവിന്റെ അനുഗ്രഹീത ഭവനങ്ങളിലെ സുഖങ്ങൾ കാണട്ടെ, എന്നെ ഞാൻ കൊണ്ടുവന്ന് പെട്ടെന്ന് വെക്കൂ മക്കളെ, പെട്ടെന്ന് ആക്കൂ ജനങ്ങളെ. ബഹുമാനികളെ, മോശപ്പെട്ട മയ്യത്താണെങ്കിൽ അഖ്റൂനി അഖ്റൂനി അയ്ന തദ്ഹബൂൻ, എന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? ബഹുമാനികളെ, തിടുക്കമായിട്ട് ചെയ്യണമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. വേഗത്തിൽ ചെയ്യണം, വേഗത്തിൽ ചെയ്യണം. ഏതുവരെ? മയ്യത്തങ്ങോട് ഖബറിലേക്ക് വെച്ചാൽ മൂടക്കല്ല് മുകളിലേക്ക് അങ്ങോട്ട് നിരത്തിയാൽ തൂമ്പെടുക്കാൻ പോകല്ലേ. പിന്നെയോ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണ് നിങ്ങൾ കൈകൊണ്ട് വാരിയെടുക്ക്, തൂമ്പെടുക്കാൻ പോകല്ലേ. മിൻഹാ ഖലഖനാകും പറഞ്ഞ തലയുടെ ഭാഗത്തേക്കിട്, വബിഹാ നുഈദുക്കും എന്ന് പറഞ്ഞ നെഞ്ചിന്റെ ഭാഗത്തേക്കിട്, വമിൻഹാ നുഖ്രിജുക്കും താറതൻ നുഖറാ, ആ കാലിന്റെ ഭാഗത്തേക്ക് മൂന്നാമത്തെ പിടിയിട്. മയ്യത്ത് നിശ്ചലനായി. അതുവരെ ആത്മാവ് കരയുകയാണ്, റൂഹ് കരയുകയാണ്. എന്റെ ബഹുമാനികളെ, എവിടെയാ സുന്നത്ത് പറ? ഇനി നിങ്ങൾ സുന്നി ആവണേ എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പൊ പറഞ്ഞുതരാം സുന്നി ആവണേ എങ്ങനെയാന്ന്. ഇപ്പോഴത്തെ മരിച്ചാലുള്ള അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എവിടെന്നാണോ ഈ ഫീസറൊക്കെ കിട്ടിയത്? യഹൂദൻ അവന്റെ സംസ്കാരങ്ങളെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ ഈ ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു നിലക്കും അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിന്റെ അടിയിൽ വന്ന കമന്റുകളൊക്കെ ഉണ്ട്, ഒന്നും ഓർക്കുക. അതിൽ മുഴുവനും ഹബീബായ നബിയെ കളിയാക്കുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന രീതിയിലാണ്. അവരുടെ പരിഹാസങ്ങളും നമ്മൾ മുഖവിലക്കടക്കേണ്ടതില്ല. പക്ഷേ ഹബീബായ നബിയുടെ വഫാത്തിന്റെ അന്ന് 3 ദിവസം കഴിഞ്ഞാണ് ഹബീബായ നബിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഖബറടക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ പല സമയത്തും ഗൾഫിൽ നിന്നൊക്കെ ഒരാൾ മരിച്ചാൽ ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുണ്ട്. ഇതൊക്കെ ആ ഒരു മയ്യത്തിനെ നശിപ്പിക്കണം, അല്ലെങ്കിൽ മയ്യത്തിന് കുറെ ശിക്ഷ കിട്ടണം എന്നൊരു മാനസികാവസ്ഥയിലാണോ? ഒരിക്കലുമല്ല. ആ ഒരു
അതൊരു ഇമോഷൻസ് ആണ്. ഇസ്ലാമിൽ അതിനൊക്കെ ഇസ്ലാമിന്റെ നിയമം തന്നെയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ ഖബറടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. പിന്നെ ചില സാഹചര്യങ്ങൾ, ചില നിയന്ത്രണങ്ങളും ചില ഇളവുകളും ഉണ്ട്. ഇതെന്താ നമ്മൾ പറയാൻ മടിക്കുന്നതിനാണ്? ഏത് നിയമങ്ങളാണെങ്കിലും അതിന് ചില ഇളവുകൾ ഉണ്ടാവുമല്ലോ. ആ ഇളവുകളിൽപ്പെട്ട ഒന്നാണ്, ഒരാൾ മരിച്ചാൽ ആ മരണപ്പെട്ട ഒരു മനുഷ്യന്റെ മയ്യത്ത് ഫ്രീസറിൽ വെക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഫ്രീസറിൽ വെക്കണം. എന്തിനാണ് അതിന് ജൂതന്റെ മേത്ത് കയറുന്നത്? അത് ജൂതരുടെ ശൈലിയാണ്. നമ്മുടെയൊക്കെ ഈ പ്രബോധകന്മാരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടേത് നല്ലത് എന്ന് പറയാൻ മറ്റുള്ളവന്റെ മതത്തിനെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന ഒരു ശീലം നമ്മുടെ ദഅവാ പ്രവർത്തകർക്കും പ്രബോധകന്മാർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും വന്നു കഴിയുമ്പോഴാണ് മറ്റു മതക്കാര് നമ്മളെ സംശയത്തിന്റെ ലേബലിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ഫോബിയ ഉണ്ടാവുന്നത്, ഇസ്ലാമിനോടൊരു ഭീതി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ ജൂതൻ്റെതാണെന്നും ഇതൊക്കെ മജൂസിയുടേതാണെന്നും എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർത്തിട്ട് നമ്മൾ എന്തിനാണ് സ്വയം നാണക്കേടിലാവുന്നത്? എത്രയോ സംഭവങ്ങളിൽ എത്രയോ ആളുകൾ പല സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പ്രിയപ്പെട്ടവർ അവസാനമായിട്ടൊരു നോക്ക് കാണാൻ ഇതൊന്നും സമ്മതിക്കാത്തൊരു മതമാണ് ഇസ്ലാം എങ്കിൽ ആ ഇസ്ലാമിനോട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം എന്താണ്? അവസാനമായിട്ട് എൻ്റെ ഉമ്മാനൊന്ന് കാണിക്കാൻ പറ്റാത്തൊരു മതം അതാണോ? ഇന്ന് ആലോചിച്ചു, കോവിഡ് കാലത്ത് നമ്മുടെ ഇസ്ലാമിന്റെ പ്രത്യേകത ആലോചിച്ചു, ജുമുഅ പോലും പാടില്ല പറ്റാത്തൊരു സന്ദർഭത്തിൽ ഇസ്ലാമിൽ അതിന് നിയമങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ജുമുഅ വേണ്ടാന്ന് വെച്ചില്ലേ? ഹജ്ജ് കാലത്ത് അവിടുത്തെ കുറച്ച് ആളുകൾ മാത്രം തവാഫ് ചെയ്യുന്ന കണ്ണീരിന്റെ കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഒരു മനുഷ്യൻ പോലും അങ്ങോട്ട് പോകാത്ത രീതിയിൽ. ഇസ്ലാമിന് സന്ദർഭത്തിനനുസരിച്ച് നിയമങ്ങളുള്ള ഒരു മതല്ലേ? എന്നിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ വക്രീകരിക്കുന്നത്? ഇനി ഉസ്താദ് വീണ്ടും പറയുന്നുണ്ട്, പള്ളികളിലൊക്കെ കസേരയിട്ട് നിസ്കരിക്കണം, അതൊക്കെ ശരിയല്ല, അതൊക്കെ ജൂതന്മാരുടെയും നസ്രാണികളുടെയും മജൂസികളുടെയും രീതിയാണ്, അതിനും അവരെ പരിഹരിച്ചുകൊണ്ട് ഉസ്താദ് സംസാരിക്കുന്നത്. അതുകൂടി ഒന്ന് കേൾക്ക്. പള്ളിയിലൊന്നും പണ്ട് കാലത്ത് ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ ഇതുപോലത്തെ കസേരകളി പള്ളിയിലുണ്ടോ? ഉണ്ടോ? ഇതെങ്ങനെ നടന്നു വരുവാണല്ലോ. ഒരു സുഖടില്ലേ, ചുമ്മാ നടന്നു തന്നെയാളാ. എവിടെന്നാടോ ഇത് കിട്ടിയത്? 18ാമത്തെ കൊല്ല ഈ കൊല്ലം ഹാജിമാരെ കൊണ്ട് ഔക്കരാജിയൊക്കെ ഇരിക്കുന്നു. 18ാമത്തെ കൊല്ല പോയത് ഹാജിമാരുടെ കൂടെ. ഞാൻ ആദ്യം പള്ളിയിലൊന്ന് ചെല്ലുമ്പോൾ അറബി ചെല്ലുമ്പോൾ അവിടെ ഒരു കസേരയില്ല. ഇപ്പൊ ചോദിച്ചോക്കേ, ഞാൻ പറയണത് ശരിയാണോന്ന്? കസേരകൾ ഇടാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ആ കസേരകൾ പറക്കാൻ വേണ്ടി ജോലിക്കാരെ നിയമിച്ചിരിക്കുകയാണ്. 100 കണക്കിന് കസേരകൾ. എവിടെന്നാണോ ഇത് കിട്ടിയത്? നിന്റെ ഈ സംസ്കാരങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. യഹൂദന്റെയും നസാറയുടെയും അതുപോലെ മജൂസിയുടെയും ആരാധനാലയങ്ങളിൽ ചെന്നാൽ അവരുടെ മതപുരോഹിതൻ അൾത്താരയിലോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തോ കയറി നേതൃത്വം കൊടുക്കുമ്പോൾ അനുയായികൾ പല വിധത്തിലാ. ഞാൻ കണ്ടിട്ടുണ്ട്, അനുയായികൾ പല വിധത്തിലാ. ഒരച്ഛൻ കുർബാന എല്ലി കൊടുക്കുകയാണെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ മുട്ടയിൽ നിൽക്കും കൈകൂത്തിക്കൊണ്ട്. ചില ആളുകൾ പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കൈകൂപ്പിക്കും. കുറെ ആളുകൾ നിന്നോണ്ട് കൈകൂപ്പും. ചില ആളുകൾ കൈ കെട്ടി നിൽക്കും. ചില ആളുകൾ കസേരയിലിരിക്കും. ചില ആളുകൾ കുഞ്ഞുങ്ങളെ നോക്കും. 1 കോടി മുസ്ലിം ഒരു മുസ്ലിം പള്ളിയിൽ കൂടിയാൽ ഇമാമ മിഹ്റാബിനകത്തേക്ക് കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കുനിഞ്ഞാൽ 1 കോടി ജനങ്ങളും കുനിഞ്ഞു നിൽക്കും. ഇമാമ് സുജൂദിലേക്ക് അങ്ങ് പോയാൽ 1 കോടി മുസ്ലിങ്ങളും സുജൂദിലേക്ക് പോകും. ഈ സംവിധാനങ്ങൾ മാറണം. മുസ്ലിം സമുദായത്തിന്റെ പള്ളികളിലും ഞങ്ങളുടെ ചർച്ചകളിലും ആരാധനാലയങ്ങളിലും ഉള്ളതുപോലെ വ്യത്യസ്തമായ ശൈലി വരണം. കസേരകളി ഒടുങ്ങി. ഇത് തന്നെ യഹൂദനാടാ ഇതുപോലെ ജനാസ കൊണ്ടുവന്ന് വെക്കുന്നത്, നസാറിയാടോ ഇതുപോലെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. നിനക്കതിന് നിയമമില്ല. ആര് വരട്ടെ ആര് വരാതിരിക്കട്ടെ, ഇന്നും മക്കത്തും മദീനത്തും ശരിയായ തനതായ സുന്നത്താണ്. അപ്പൊ ഈ ഉസ്താദിന്റെ പ്രഭാഷണമൊക്കെ കേട്ടാൽ പള്ളിയിലെ കസേര എന്തോ ഇരുന്ന് നമസ്കരിക്കുന്നതിനെ കുറിച്ച് മറ്റേ ഇസ്ലാമിക നിയമങ്ങൾ പറയുന്നുണ്ട്. കാലോചിതമായിട്ട് ഇരുന്ന് നമസ്കരിക്കുന്ന കസേരയിലാണെങ്കിൽ എന്താണ് കുഴപ്പം? ഒന്ന്, നിങ്ങൾ ഈ മക്കത്തേക്കൊന്ന് പോവുക. ജംറകളിൽ കല്ലെറിയുന്ന ഹജ്ജിന്റെ ഒരു കർമ്മമുണ്ടല്ലോ, അത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ജംറയാണോ ഇന്നുള്ളത്? ആ ജംറകളൊക്കെ ഉയർത്തി കൊണ്ടുവന്നില്ലേ? അതിനൊക്കെ പണ്ഡിതന്മാർ അനുവദിച്ചില്ലേ? അതൊന്നും ഇസ്ലാമിൽ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? നിസ്കരിക്കുമ്പോൾ ഒരു പള്ളിയിൽ കസേര ഇടുന്നതാണോ ഗുരുതരമായ തെറ്റ്? ആവശ്യം കൂടാതെ അല്ലെങ്കിൽ അത്യാവശ്യമില്ലാതെ നിന്ന് മൂത്രമൊഴിക്കരുത് എന്നുണ്ട്. ആവശ്യമില്ലാതെ നിന്ന് വെള്ളം കുടിക്കരുത് എന്നുണ്ട്. നിന്ന് വെള്ളം കുടിക്കാനേ പാടില്ല എന്നല്ല. ഹബീബ നബി ഒരിക്കൽ സംസം വെള്ളം നിന്ന് കുടിച്ചിട്ടുണ്ട്. കാരണം നിന്ന് കുടിക്കൽ പാടില്ല എന്ന് അത് അനുവദനീയമാണ്. ഇരുന്ന് കുടിക്കലാണ് നല്ലത്. ഇത് സംസം വെള്ളം കുടിക്കുന്നതിന്റെ രീതി എങ്ങനെയാണെന്ന് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അപ്പൊ ചില കാര്യങ്ങളൊക്കെ
നമ്മളങ്ങോട്ട് ചെയ്താൽ എന്തൊരു മോശങ്ങൾ. മക്കത്തേക്കൊന്ന് പോവാ, തവാഫ് ചെയ്യാൻ അവിടെ മോട്ടോർ ബൈക്ക് ഉണ്ട്, അവിടെ വാഹനങ്ങൾ ഇതിന്റെ മീതെ തവാഫ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്ന ഈ ഒരു കഅബ, വിശുദ്ധ കഅബ ഒരു ഭരണാധികാരിയുടെ കാലത്ത് നീട്ടി വലുതാക്കി ഉണ്ടാക്കിയിരുന്നു. ഇസ്ലാമിൽ അതിന് നിയമങ്ങളുണ്ട്. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് പിന്നീട് പൊളിച്ചു മാറ്റി. അപ്പോ കാലോചിതമായിട്ട് മക്കത്തൊക്കെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണ്? ആ മാറ്റങ്ങളോടൊക്കെ മുഖം തിരിച്ചിട്ട് ഇസ്ലാമിന് എന്തോ ഒരു മോശമായിട്ട് കാണുന്ന രീതിയിലുള്ള, ഏതായാലും എനിക്ക് ഈ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഇസ്ലാം അങ്ങനെയൊന്നും അല്ല. സന്ദർഭോചിതമായിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ച് പെരുമാറാനുള്ള നിയമങ്ങളുള്ള, വ്യാപ്തിയുള്ള, ചിന്തക്ക് സ്വാധീനമുള്ള, സ്പേസ് ഉള്ള ഒരു മതമാണ് ഇസ്ലാം. ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ വേഗം കബറടക്കുക എന്നുള്ളതാണ് ശരാശരി രീതി. ഇനി എന്തെങ്കിലും ചില കാരണങ്ങളാൽ നീട്ടിവെക്കണം എന്നുണ്ടെങ്കിൽ നീട്ടിവെക്കാം. ഒരു പക്ഷെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നീട്ടിവെക്കേണ്ടി വരും. മയ്യത്ത് ഖബറിൽ നിന്ന് പുറത്തെടുക്കേണ്ടി വരും. അതിനൊക്കെ ഇസ്ലാമിൽ വകുപ്പുകളുണ്ട്. പ്രിയപ്പെട്ടവന്റെ ആരോ വന്ന് കാണാൻ, പഠിക്കാൻ പോയ ഡൽഹിയിൽ പോയ മകൻ ഉമ്മാനെ വന്ന് കാണാൻ ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്ക്. അതിനെ ഒന്ന് നിരാകരിച്ചുകൊണ്ട് പ്രസംഗിക്കല്ലേ. പള്ളിയിൽ കസേരയിൽ ഇരിക്കുന്ന ആളുകൾ ഇരുന്നോട്ട് നിസ്കരിച്ചോട്ടെ. ഇരുന്നിട്ട് കള്ളല്ലല്ലോ കുടിക്കുന്നത്. പിന്നെ കസേരയിൽ ഇരുന്നല്ലേ, കസേര എവിടെ ഇടണം, അതിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കോട്ടെ ചിന്തിക്കുന്നവർക്ക്. പക്ഷെ നമ്മുടെ പ്രബോധകന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ പ്രബോധകന്മാർ ഇത് പറയുമ്പോൾ മറ്റുള്ള ആളുകളും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കും. പക്ഷേ അത് തെറ്റായ രീതിയിൽ ആകാൻ ഇടവരുത്തരുത്. എപ്പോഴും പ്രബോധകന്മാര് അതിലേറ്റവും താഴെക്കട്ടയുള്ള ആളുകളെ കൂടി ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. ഇനി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ഇന്നത്തെ ഒരു ചോദ്യം, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണി തെരഞ്ഞെടുപ്പിൽ നിന്നല്ലോ, ഇന്ത്യ മുന്നണിക്ക് കിട്ടിയ ടോട്ടൽ സീറ്റ് എത്രയാണ്? അതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.